എല്ലാ കൂട്ടുകാർക്കും മച്ചസ് ഫ്ലവറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ബീഫ് പള്ളിക്കറീൻ്റെ റെസിപ്പിയാണ്. കാസർഗോഡൊക്കെ സ്പെഷ്യലായിട്ടുള്ള പള്ളികളിലൊക്കെ കിട്ടുന്ന ഒരു ഐറ്റമാണിത്, നെയ്ച്ചോറും പള്ളിക്കറിയും. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കിലോ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ്. അത് ഞാൻ ഇന്നലെ തന്നെ മസാലയെല്ലാം പുരട്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ, പിന്നെ ഗാർലിക്കിൻ്റെ ജിഞ്ചറിൻ്റെ പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഒരു 4 മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 2 വലിയ തക്കാളി ഇതേപോലെ അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില, ഒരു തണ്ട് കറിവേപ്പില, ഒരു നാരങ്ങേൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ ഒത്തിരിയുള്ള ബീഫാണെങ്കിൽ അതനുസരിച്ചിട്ട് എണ്ണ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് തിരുമ്മി യോജിപ്പിച്ചിട്ട് എടുക്കുക. എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ കുക്കറിലല്ല വേവിക്കുന്നത്, ഇതല്ലാണ്ട് തന്നെ അടുപ്പത്ത് വെച്ചിട്ടാണ് വേവിക്കുന്നത്. കുക്കറിൽ വേവിക്കുന്നുണ്ടെങ്കിൽ അധികം വെള്ളം ആവശ്യമില്ല. അല്ലാതെ വേവിക്കുമ്പോൾ ഇതിന് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ട് അതിൽ വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് തിളച്ചതിന് ശേഷം മീഡിയം തീയിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം, മൂടി വെച്ചിട്ട്. ഇതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം, പക്ഷേ ഇത് വിറകടുപ്പിലോ ഇങ്ങനെയോ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇനി ഇതൊരു മീഡിയം തീയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ബീഫിൽ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ബീഫ് ഇപ്പോൾ ഒരു പകുതിയോളം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല കൂടെ തയ്യാറാക്കി ഇടാനുണ്ട്, അതൊന്ന് തയ്യാറാക്കി എടുക്കാം. മറ്റൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 5 അല്ലെങ്കിൽ 6ഓളം കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് തന്നെ ആണെങ്കിൽ മാത്രം ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി. എരിവുള്ള മുളകാണെങ്കിൽ ഒരു 3 അല്ലെങ്കിൽ 4 എണ്ണം ഇതേപോലെ ആക്കിയെടുത്താൽ മതിയാവും. ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് റോസ്റ്റ് ആക്കിയതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. സെയിം പാനിലേക്ക് തന്നെ ഒരു 3 ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുക. ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ പെരിഞ്ജീരകം അല്ലെങ്കിൽ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായി ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് നന്നായി പൊടിച്ചെടുക്കാം. ബീഫ് എല്ലാം ഇപ്പോൾ വെന്ത് നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പെഷ്യൽ മസാല ആയിട്ടുള്ള മുളകും മല്ലിയും പെരിഞ്ജീരകം കൂടെ പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലുള്ള വെള്ളം എല്ലാം വറ്റിച്ചെടുക്കണം. ഒട്ടും വെള്ളമില്ലാണ്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാനുണ്ട്. നമുക്ക് 1 കപ്പ് തേങ്ങ ഒന്ന് നന്നായിട്ട് വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇനി അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതായത് ഒരു അത്യാവശ്യം വലിയ മുറി തേങ്ങേൻ്റെ പകുതിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനെ നമുക്കൊന്ന് ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് വറ്റിയിട്ട് വെള്ളമെല്ലാം ഒന്നുകൂടെ വറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കാസർഗോഡ് സ്പെഷ്യൽ പള്ളിക്കറി, ബീഫ് പള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറിൻ്റെ കൂട്ടത്തിൽ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ.